തുർക്കിയിലെ ഭരണാധികാരിയാണ് എർദോഗൻ. ഈ എർദോഗനെതിരെ തുർക്കിയിൽ വലിയ പ്രക്ഷോഭം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രക്ഷോഭം പെട്ടെന്ന് തമാശയ്ക്ക് വഴിമാറിയാൽ എങ്ങനെ ഉണ്ടാകും? അതും കാർട്ടൂണിലെ ഒരു കഥാപാത്രം ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മളെല്ലാം കുഞ്ഞുനാളിലെ കണ്ട ഒരു കാർട്ടൂണാണ്, കാർട്ടൂൺ നെറ്റ്വർക്കിൽ കണ്ട ഒരു കാർട്ടൂണാണ് പോക്കേമോൺ എന്ന് പറയുന്ന കാർട്ടൂൺ. ഈ പോക്കേമോണിന്റെ നായകൻ എന്ന് പറയുന്നത് ആഷ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ ആഷിന്റെ പ്രധാനപ്പെട്ട ആയുധം എപ്പോഴും ആഷിന്റെ കൂടെ നടക്കുന്ന പീക്കാച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കാർട്ടൂൺ കോമിക് ക്യാരക്ടറാണ്. ഈ പീക്കാച്ചു പോലും ഈ എർദോഗന്റെ പ്രതിഷേധത്തിൽ വന്ന് പങ്കുചേരുന്നു എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ചിരി പടർത്തിയിരിക്കുന്നത് അതാണ്. സംഭവം വേറൊന്നുമല്ല. യഥാർത്ഥത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഇസ്താൻബുൾ മേയറുടെ അറസ്റ്റ്, അതിനെതിരായിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭം അന്റാലിയയിൽ ആരംഭിച്ചിരുന്നു. ഈ അന്റാലിയയിൽ ആരംഭിച്ച ഈ പ്രതിഷേധത്തിൽ പീക്കാച്ചു വേഷം ധരിച്ച ഒരു പ്രതിഷേധക്കാരൻ പോലീസ് സേനയെ മറികടന്നുകൊണ്ട് ഓടുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. ഇതോടുകൂടി ഈ പ്രതിഷേധം മുഴുവനായി തമാശയായി മാറി എന്നുള്ളതാണ്. പ്രതിപക്ഷം പോലും ഇത് ഏറ്റെടുത്തിട്ട് കണ്ടില്ലേ, എർദോഗന്റെ ഈ കിരാത ഭരണത്തിൽ പീക്കാച്ചു പോലും ബാധിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പോലീസ് ജലപീരങ്കികൾ ഉപയോഗിച്ച് രോഷാകുലരായ പ്രതിഷേധക്കാരെ പിടിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മാർച്ച് 27 പുലർച്ചെ പോലീസ് പോക്കേമോൺ പ്രമേയമുള്ള വേഷമുള്ള പീക്കാച്ചുവിനെ അറസ്റ്റ് ഒഴിവാക്കാനായി പീക്കാച്ചു ഓടുന്നതായിട്ട് പോലീസ് കണ്ടത്. പ്രസിഡന്റ് എർദോഗന്റെ പ്രധാന എതിരാളിയായിട്ടുള്ള മേയർ എക്രൈം ഇമാമോഗ്ലുവിന്റെ അഴിമതി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച കസ്റ്റഡിയിലെടുത്ത ശേഷം ഏകദേശം 2000 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ പീക്കാച്ചുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അറിവുമില്ല. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ പീക്കാച്ചുവിന് എന്ത് പറ്റി എന്നാണ് യഥാർത്ഥത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറലായ വീഡിയോ തുർക്കിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CHP റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി പോലും പങ്കുവച്ച് പ്രതികരിക്കുകയുണ്ടായി. ഇമാമോഗ്ലു അംഗമാണ്, പിക്കാച്ചു പോലും കുരുമുളക് സ്പ്രേയാൽ ബാധിക്കപ്പെടുന്നുവെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇമാമോഗ്ലുവിന്റെയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് ഉൾപ്പെടെ 20 പേരെയും അറസ്റ്റ് ചെയ്ത് തുർക്കിയിലുടനീളമുള്ള പ്രതിഷേധം ആഗോള ശ്രദ്ധ ഇതുവഴി ആകർഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പീക്കാച്ചു കാരണം ഇപ്പോൾ രാജ്യമെമ്പാടും യഥാർത്ഥത്തിൽ എർദോഗന്റെ ഈ വലിയ രീതിയിലുള്ള കിരാത ഭരണം ഇപ്പോൾ ശ്രദ്ധ നേടി എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. വിദേശ പ്രസ്താവനകൾ പോലും വരുന്നു ഇതിൽ. എന്തായാലും ഈ സംഭവത്തിൽ പീക്കാച്ചുവിനെ എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ സംശയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.